പൊന്നാനി നിളയോര പാതയിൽ അതായത് കർമാർ റോട്ടിൽ സർവീസ് നടത്തുന്ന ബോട്ട് ഉടമകൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഇവർ വളരെയധികം പ്രതിസന്ധിയിലാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. 5 മണിക്കാണ് ശേഷമാണ് ബോട്ടുകാർ കെട്ടയക്കുന്നത്. പക്ഷെ 6:30 നമുക്ക് അവസാനിപ്പിക്കണം. ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര സ്ട്രിപ്പ് എടുക്കാൻ പറ്റും? വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924400 9645197440 അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. നിലവിലെ അവസ്ഥ ഇപ്പൊ പറയാതെ തന്നെ ഈ പരിസരം നിങ്ങൾക്ക് ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു പെരുന്നാൾ ദിവസമാണ് കണ്ടാ. ഈ പെരുന്നാളിൻ്റെ 4ാമത്തെ ദിവസമാണത്. ശനിയാഴ്ചയാണ്. ശനി ഞായർ എന്ന് പറഞ്ഞാൽ ആകെ ഞങ്ങളൊരു പ്രതീക്ഷയുള്ള ദിവസമാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ആൾക്കാർ കർമ്മയിൽ വരുന്നുണ്ട്. കർമ്മയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷമാണ്. 5 മണിക്ക് ശേഷം രാത്രി 12 മണി വരെ ഇവിടെ ഫുള്ളാണ്, ബ്ലോക്കാണ് മൊത്തം. പക്ഷേ നമുക്കതിന് സമയം അനുവദിക്കാനില്ല. 5 മണിക്കാണ് ശേഷമാണ് ബോട്ടുകാർ കെട്ടയക്കുന്നത്. പക്ഷെ 6:30 നമുക്ക് അവസാനിപ്പിക്കണം. ഈ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര സ്ട്രിപ്പ് എടുക്കാൻ പറ്റും? ഒരു സ്ട്രിപ്പ് ഇപ്പോൾ 2 ബോട്ട് ഒരു ട്രിപ്പ് ഒരു ബോട്ടിന് കിട്ടിയാൽ ഫസ്റ്റ് എടുക്കുന്ന ബോട്ടിന് ഒരു ട്രിപ്പും കൂടെ കിട്ടും. ഒരു ബോട്ടിന് ഒരു ട്രിപ്പ് എല്ലാം 2 ട്രിപ്പ്, അത്ര തന്നെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ചിലവിന് ഉള്ള പൈസ പോലും കിട്ടി വരുന്നില്ല. കാരണം ഒരു ബോട്ടിൽ തന്നെ 4 ജോലിക്കാരും കരയിൽ ഒരാളും, അങ്ങനെ 5 ആളുണ്ടാവും. പിന്നെ അതിൻ്റെ എണ്ണയും ചിലവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 40 ആളെ നമുക്ക് എടുക്കാൻ പറ്റും. 40 ആൾ 45 ആൾ. അതിൽ കുട്ടികളെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ഒരു 30-35 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരു 3000-3500 റുപ്യ ഒരു ട്രിപ്പിന് കിട്ടും. അതിപ്പോൾ ചിലവിന് പോലും കിട്ടണില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി തിരിച്ച് കൊണ്ടുപോയാലോ എന്നുള്ളൊരു ആലോചനയിലാണ് നിൽക്കുന്നത്. അത്രയും പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ പെരുന്നാൾ വരെയുള്ള കാത്തിരിപ്പ്. പെരുന്നാളിൻ്റെ സമയമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആൾക്കാരുണ്ട് കർമ്മയിൽ. ഇപ്പം നമുക്കൊരു 8 മണി 9 മണി വരെയുള്ള സർവീസിന് ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സർവീസും എല്ലാവർക്കും കിട്ടും. കാരണം ഒരു ബോട്ടും ഇത് കണ്ട എല്ലാ ബോട്ടും കെട്ടിക്കിടക്കാം. ഒറ്റ ബോട്ടും കെട്ടിച്ചിട്ടില്ല. ഒരു ദിവസം ഒരു ട്രിപ്പ് 2 ട്രിപ്പ്. അപ്പോഴേക്ക് സമയം കഴിയും. അപ്പോഴേക്ക് പോലീസ് വരും. 6:55 ആകുമ്പോഴേക്ക് നിർത്തണം. 6:55 നിർത്തണമെങ്കിൽ 6:15 ഇവിടെ കൗണ്ടർ ക്ലോസ് ചെയ്യണം. വൈകിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ശേഷമാണ് ആൾക്കാർ വരുന്നത്. എല്ലാ സജ്ജീകരണമുള്ള ബോട്ടുകൾ തന്നെ എല്ലാം ഓടണം. 100% എല്ലാ സജ്ജീകരണമുള്ള ബോട്ടുകാരാണ്. ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ദിവസം, ഇപ്പം ഒരു ശനിയാഴ്ച ദിവസത്തിൻ്റെ അവസ്ഥയാണത്. എന്താ ജാക്കറ്റിന് സാധനം സൗകര്യമില്ല. ജാക്കറ്റൊക്കെ അകത്തുണ്ട്. എല്ലാം 100% എല്ലാം ഉള്ള സജ്ജീകരണങ്ങളുള്ള ഇതാണ്. ഇതൊക്കെ 100%. കെടുക്കുന്നതിനനുസരിച്ച് ചിലവ് കൂടല്ലേ. കെട്ടിയാൽ ഇത് ഓടിയിട്ടില്ലെങ്കിലും 4 ജോലിക്കാർ ഇതിൽ ഒരു ബോട്ടിൽ 4 ജോലിക്കാർ വേണം. കാരണം വൈകുന്നേരം 1 മണിക്കൂറിന് 2 മണിക്കൂറിന് ഓടാനാണെങ്കിലും 4 ജോലിക്കാരെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിൽ നിർത്തണം. പിന്നെ കരയിൽ ഒരാൾ റോപ്പ് കെട്ടാനും പിടിക്കാനും, അങ്ങനെ ഒരു ബോട്ടിൽ 5 ആളുണ്ടാവും, 2 ബോട്ടിൽ 10 ആൾ. 10000 രൂപ ഒരു ദിവസം ചിലവ് വരും. 15 ഈ ഡീസലടക്കം 15000 രൂപ ചിലവ് വരും ഒരു ദിവസം. കഴിഞ്ഞ 1-ാം പെരുന്നാളിന് കിട്ടിയ 9000 രൂപയാണ്. അത്രയും മോശം ലെവലിലാണ് പോകണം. ഒരു ട്രിപ്പ് 2 ട്രിപ്പ് അതിന് തന്നെ സമയമുള്ളൂ. കാരണം 5 മണിക്ക് നമ്മൾ കെട്ടയക്കണേ. 6:15 നമുക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യണം.
വൈകിട്ട് വരുന്ന സമയം കർമ്മയിലേക്ക് കൂടുതൽ വരുന്നത് വൈകിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാത്രി 2 മണി വരെ ആൾ ഫുള്ളാണ്. ഫുള്ളാണ് 12 മണി വരെ എല്ലാ ദിവസവും ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് സമയം അതിന് അനുവദിക്കില്ല. നമുക്കൊരു 10 മണി 9 മണി വരെ എങ്കിലും സർവീസിനുള്ള അത് ഗവൺമെൻറ് അനുവദിച്ച രീതിയിൽ 100% ഫുൾ ഫിറ്റ്നസ്സോട് കൂടെ ഉള്ള സർവീസ്. ഓ ഗവൺമെൻറ് എന്താണോ ഏത് സുരക്ഷയാണോ പറയുന്നത് ആ സുരക്ഷാ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള സർവീസിന് തന്നെ നമ്മൾ നടത്തുന്നത്. ഈ നടത്താൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാ ബോട്ടിൻ്റെ. പക്ഷേ നമുക്ക് സമയമാണ്. സമയം എന്ന് പറഞ്ഞാൽ ഈ 7 മണിക്ക് തന്നെ നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്ക് എല്ലാ ബോട്ടും ഇവിടെ കണ്ടുപോകണം. അപ്പോൾ നമുക്കൊരു 6:15 കൗണ്ടർ ക്ലോസ് ചെയ്യണം. 5 മണിക്കാണ് നമ്മൾ തുടങ്ങണത്. അപ്പോൾ ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ബോട്ടിന് 2 ബോട്ടിനും കൂടെ ഒരു ട്രിപ്പ് കിട്ടിയ 1 ട്രിപ്പ് 2 ട്രിപ്പ് അതിൻ്റെ അപ്പുറത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കൊരു 5 മണി കഴിയണം. 5 മണിക്കാണ് കെട്ടയക്കണം. ക്ലോസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ ആണെങ്കിലും ഒരു 11 മണി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചൂട് കാരണം പുറത്തിറങ്ങാൻ ആരും തയ്യാറല്ല. കാരണം പുറത്തിറങ്ങാൻ ആർക്കും പറ്റൂല. ആ അവസ്ഥയാണ് ഇപ്പോഴത്തെ കേരളത്തിലത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ ചൂടൊക്കെ ആറിയതിൻ്റെ ശേഷമാണ് ജനങ്ങൾ പുറത്തിറങ്ങണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വരും, കുറേ ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വിടും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പൊന്നാനി മൊത്തത്തിൽ സർവീസ് നിർത്തി പോകാനുള്ളൊരു ആലോചനയും കൂടെ അവസ്ഥയിലാണുള്ളത്. 100% നിർത്താൻ വേണ്ടെന്ന മറ്റു മേഖലയിലേക്ക്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ 10 മണി 11 മണി വരെ ഇപ്പോഴും അവിടെ സർവീസ് ഉണ്ട്. അവിടെ 11 മണി വരെ 10 മണി വരെ ഇവിടെ പൊന്നാനി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലേക്ക് ഇപ്പോൾ ഞങ്ങൾ ഇത് കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 10-11 മണി വരെ അവിടുത്തെ ഡ്രൈവിൽ അവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സംസാരിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കലക്ടർ ഓർഡറാണ് അങ്ങനെയാണ് പല കാരണം ഓരോരുത്തർക്കും ഇത് ഇല്ലാതെ സംസാരിക്കണം. നമുക്കിപ്പോൾ ഇപ്പോൾ അനുവദിക്കാനാണെങ്കിലും നമ്മൾക്ക് ഗവൺമെൻറ് എങ്ങനെയാണോ സുരക്ഷാ മാനദണ്ഡങ്ങൾ പറയണത് അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ സർവീസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ബോട്ട് ഉടമകൾ എന്ന് പറഞ്ഞാൽ 10-15 ആളുകൾ മൊത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ബോട്ടെല്ലാം ഇപ്പോൾ വിറ്റ് ഒഴിവാക്കി. കാരണം മുതലാവാനിട്ട്. കാരണം ഈ ജോലിക്കാരെ ഈ ശമ്പളം ഇതൊന്നും കൊടുത്തിട്ട് നമുക്ക് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കണ്ടീഷനാണ് എല്ലാവർക്കും. നമുക്ക് മാത്രമല്ല എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നിർത്തിപ്പോയി. ബോട്ട് വിറ്റുപോയി. 2-3 ബോട്ട് വിറ്റുപോയി. ഈ 2 ബോട്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സംവിധാനം കണ്ടിട്ട് തുടങ്ങിയത്. ഞങ്ങൾ തന്നെയാണ്. സുൽത്താനാണ് 2019 ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ബോട്ടൊക്കെ ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഈ കൊറോണയുടെ ശേഷം വന്ന ബോട്ടുകളാണ്. ഈ 21-22 ഒക്കെ വന്ന ബോട്ടുകാരാണ്. ഓക്കെ. മുന്നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഇപ്പോൾ ഈ ഒരു മാസം കൂടെ നോക്കുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം രണ്ടും അങ്ങോട്ട് എറണാകുളത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഓടിക്കാനുള്ള സർവീസ് നിർത്തലാക്കാനുള്ള നിർത്താക്കാം. അല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താന്നൂരത്തായ അപകടം കാരണം ഞങ്ങൾ 6-7 മാസത്തോളം ഇവിടെ കെട്ടി എല്ലാവരും നിശ്ചലായി. മലപ്പുറം ജില്ല ഈ ഫീൽഡ് നിശ്ചലായി. മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ബേപ്പൂരൊക്കെ ഓപ്പൺ ആയിരിക്കുന്നു. ഇപ്പോൾ പൊന്നാനിയിൽ 6-7 മാസത്തോളം നിശ്ചലായി. അങ്ങനെയാണ് വീണ്ടും കഴിഞ്ഞ നവംബർ മുതൽ റീസ്റ്റാർട്ട് ചെയ്തത്. ഈ റീസ്റ്റാർട്ട് ചെയ്തിട്ടും 4 മാസം ഓടിയിട്ട് ഞങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ലക്ഷം റുപ്യോളം കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ട്. 1.5 ലക്ഷം റുപ്യോളം. സർവീസ് ഇപ്പോൾ സർവേക്ക് വരുന്ന എപ്പോഴും ഫിനിഷിങ് ആയിരിക്കണം. അങ്ങനെ ഇതിപ്പോൾ നമ്മളെ ബോട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇത് നമ്മൾ പൈസ ഇങ്ങനെ ഇറക്കി ക്ലിയർ ആക്കിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബോട്ടുമ്പോൾ അതിൻ്റെ ക്ഷീണം കാണിക്കുകയും ചെയ്യും. പാസഞ്ചറിന് അതിനനുസരിച്ചുള്ള ക്ലിയർ
കണ്ടീഷനിലാക്കി നിർത്തണം ബോട്ട് എപ്പോഴും. അപ്പോൾ ഈ ഒരു മാസം കൂടെ നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സീസൺ ആകുമ്പോഴേക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പില്ല. കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മുതലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ജോലിക്കാരെ വെച്ചിട്ട് നമുക്ക് മുതലാവില്ല. ഇങ്ങനെ കിടക്കുന്നതിനനുസരിച്ച്, കാരണം ഇതിന് വേണ്ടി ഇറക്കിയ മുതൽ മുടക്കുണ്ടല്ലോ. ഒരു വർഷത്തിന് ഇപ്പോൾ കഴിഞ്ഞ ആ താനൂർ അപകടത്തിൻ്റെ ശേഷം ഇന്നേ വരെ, ഇന്നിപ്പോൾ പെരുന്നാൾ സമയം കഴിഞ്ഞ് ഇന്നേ വരെ ആയില്ലേ, ഒരു രൂപ നമുക്ക് സ്വന്തമായിട്ട് ബോട്ടിൻ്റെ മുതലാളിമാർക്ക് ആർക്കും ഇന്നേ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഈ ഒരാഴ്ച മാസം കൂടെ ഒന്ന് നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ളൊരു ഉദ്ദേശമാണ് നമ്മുടെ കമ്പനിക്കുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഇത്ര പ്രതിസന്ധി ഉള്ളൂ. ഉണ്ട് മാനദണ്ഡങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സർവീസ് നടത്തുന്നത് ഉണ്ട്. ചെക്കിങ് എല്ലാവരും എപ്പോഴും വന്ന് ചെക്ക് ചെയ്യാറുള്ളതാണ്. പക്ഷേ സമയത്തിൻ്റെ ഒരു വിഷയമാണ്, പ്രതിസന്ധിയാണ്. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.